അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദു. റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യങ്ങളിൽ ഒന്നാമത്തത് റമദാനിലെ നോമ്പാണെങ്കിൽ റമദാനിൽ സ്പെഷ്യലായിട്ടുള്ള മറ്റൊരു ഇബാദത്താണ് തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഫറള അലൈക്കും സിയാമ റമദാൻ. റമദാനിലെ നോമ്പ് അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. വസനൻതു ലക്കും ഖിയാമ. ആ റമദാനിലെ പ്രത്യേക നിസ്കാരം ഞാൻ നിങ്ങൾക്ക് സുന്നത്തായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഫമൻ സാമഹു വഖാമ. അപ്പൊ ആരെങ്കിലും ആ നിർബന്ധമായ നോമ്പും സുന്നത്തായ നിസ്കാരവും നിർവഹിച്ചാൽ ഈമാനം വഹ്തിസാബൻ, അള്ളാഹുൽ വിശ്വസിച്ചും പ്രതിഫലം ആഗ്രഹിച്ചും കൊണ്ട് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞ കാലത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടും. ഇമാം ദാറഖുത്നിയും അഹ്മദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ച ഈ ഹദീസ് ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ വരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ ഹദീസിൽ നിന്ന് റമദാനിൽ ഒരു സ്പെഷ്യൽ നിസ്കാരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ആ സ്പെഷ്യൽ നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ 2009 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്ത സഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബൻ. റമദാനിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ, വിശ്വസിച്ചും പ്രതിഫലം ആഗ്രഹിച്ചും നിസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞ കാലത്തെ ദോഷം പൊറുക്കപ്പെടും എന്ന് പറഞ്ഞ ഹദീസ്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്, ദക്കറൻ നബവിയ്യു, ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, അന്നൽ മുറാദ് ബിഖിയാമ റമദാന സ്വലാത്തു തറാവീഹി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മൻഖാമ റമദാന എന്ന ഈ ഖിയാമു റമദാൻ എന്നതിന്റെ ഉദ്ദേശം സ്വലാത്തു തറാവീഹി, തറാവീഹ് നിസ്കാരം എന്ന സ്പെഷ്യൽ നിസ്കാരമാകുന്നു. ഇമാം കർമാനിയിൽ നിന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ഇത്തഫഖു, പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു, അലാ അന്നൽ മുറാദ് ബിഖിയാമി റമദാന, ഖിയാമു റമദാൻ എന്നതിന്റെ ഉദ്ദേശം സ്വലാത്തു തറാവീഹി, തറാവീഹ് നിസ്കാരമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് റമദാനിൽ സ്പെഷ്യലായ നിസ്കാരമില്ല എന്നൊരു വാദഗതി അടുത്ത കാലത്തായിട്ട് ചില കോണുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. അപ്പൊ റമദാനിലൊരു സ്പെഷ്യൽ നിസ്കാരമുണ്ട്, ആ നിസ്കാരമാണ് തറാവീഹ്. ആ നിസ്കാരത്തിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ നിസ്കാരം മദീനത്ത് പള്ളിയിൽ 3 ദിവസമാണ് നിർവഹിച്ചത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ആരോടും പറയാതെ പള്ളിയിലേക്ക് വന്നപ്പോൾ പള്ളിയിൽ കുറച്ചാളുകളൊക്കെ ഉണ്ടായിരുന്നു, റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കാരത്തിൽ അവർ പങ്കെടുത്തു, നിസ്കരിച്ചു. അവര് പിറ്റേ ദിവസം അവരുമായി ബന്ധപ്പെട്ട പലരോടും ഈ വാർത്ത ഷെയർ ചെയ്തു. അവരും എന്ത് ചെയ്തു, പിറ്റേ ദിവസം നിസ്കാരത്തിന് വന്നു. അങ്ങനെ പറഞ്ഞവരിൽ നിന്ന് മറ്റുള്ളവർ കേട്ട് കാതോട് കാതോരം എന്ന നിലക്ക് ആ വാർത്ത കുറച്ചുകൂടി സ്പ്രെഡായപ്പോ പിറ്റേ ദിവസം പിന്നെയും ആളുകൾ കൂടി. 3-ാമത്തെ ദിവസം പള്ളി ജനനിബിഡമായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3-ാമത്തെയോ അല്ലെങ്കിൽ 4-ാമത്തെയോ രാത്രിയിൽ നിസ്കാരത്തിന് വേണ്ടി വന്നില്ല. അന്ന് പിറ്റേ ദിവസത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇന്നലെ വരാത്തതിന്റെ കാരണം സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തത് ഇമാം ബുഖാരിയുടെ 2012 നമ്പർ ഹദീസിൽ നമുക്ക് കാണാം. അമ്മാ ബഅദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ലം യഖ്ഫ അലയ്യ മകാനുക്കും, നിങ്ങൾ ഇന്നലെ വന്ന എന്നെ കാത്തിരുന്നത് ഞാൻ അവ്യക്തമായി പോയതൊന്നുമല്ല, വലാകിന്നി ഖശീതു തുഫ്തറ അലൈക്കും, ഇത് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമോ നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് എന്ന് ഞാൻ പേടിച്ചു. ഫതഅജിസു അൻഹ, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കത് വിഷമാകും. അപ്പൊ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ 3 ദിവസം നിസ്കരിച്ചുകൊണ്ട് അതിന്റെ രൂപം കാണിച്ചു കൊടുത്ത ആ നിസ്കാരം പിന്നീട് സഹാബികളൊക്കെ ഒറ്റക്കും കുറഞ്ഞ ആളുകളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായി ഒരു ഇമാമിന്റെ കീഴിൽ അല്ലാതെ നിസ്കരിച്ചു പോകുമായിരുന്നു. ഏതുവരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും അതേപോലെ റസൂലുള്ളാഹി വഫാത്താകുന്ന വരെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ തുടക്കത്തിലും. അങ്ങനെ ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി മദീനത്തെ പള്ളിയിലേക്ക് വന്നപ്പോ പള്ളിയിലുണ്ട് ഫൈദൻ നാസു ഔസാഉൻ മുതഫരിഖൂൻ. ഇമാം ബുഖാരിയുടെ 2010 നമ്പർ ഹദീസിൽ കാണാം, ഫൈദൻ നാസു ഔസാഉൻ മുതഫരിഖൂൻ, ജനങ്ങൾ വ്യത്യസ്ത സംഘങ്ങളായിട്ട് ഇങ്ങനെ പള്ളിയിൽ നിസ്കരിക്കുന്നു. യുസല്ലി റജുലു നഫ്സി, ഒരാൾ സ്വന്തം നിസ്കരിക്കുന്നു. വയുസല്ലി റജുലു ഫയുസല്ലി ബിസലാത്തിഹി റഹ്തു, വേറൊരാള് അദ്ദേഹത്തിന്റെ കൂടെ 10-ൽ താഴെയുള്ള ആളുകൾ, അങ്ങനെ പല സംഘങ്ങളായിട്ട് ഒരു ക്രമീകരണമില്ലാതെ മദീനത്തെ പള്ളിയിൽ ഈ ജമാഅത്ത് ഈ തറാവീഹ് നിസ്കാരം നടക്കുന്നത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ ജമഅതു ഹൗലായി അലാ ഇമാമിൻ വാഹിദിൻ ലകാന അംസൽ,
ഈ ആളുകളൊക്കെ കൂടെ ഞാൻ ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടിയാൽ അത് നന്നാവുമായിരുന്നു എന്ന്. എന്നിട്ട് അന്ന് തന്നെ ഉമർ റളിയല്ലാഹുവിന് ഉത്തരവിട്ടു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിനെയും തമീമുദ്ദാരി റളിയല്ലാഹുവിനെയും നിശ്ചയിച്ചുകൊണ്ട് മദീനത്തെ പള്ളിയിൽ ഒറ്റ ഇമാമിന്റെ കീഴിലുള്ള സിസ്റ്റമാറ്റിക് ആയ ജമാഅത്ത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ നിസ്കാരം അന്ന് മുതൽ നടക്കുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻവിധികളൊക്കെ മാറ്റിവെച്ച് നാം ആലോചിക്കേണ്ട ഒരു കാര്യം, 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ജമാഅത്തായി നിസ്കരിച്ച ആ നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം എത്ര എന്നതിനെ സംബന്ധിച്ച് ഹാഫിദ് ഇബ്നു അസ്ഖലാനി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരൊക്കെ പറയുന്നു. ഇമാം സുയൂത്തി തന്റെ അൽഹാബിയിൽ പറഞ്ഞതാണ്, വഇന്നമാ സല്ലല്ലാ ലയാലിയ സ്വലാത്തൻ ലം യുദ്കർ അദദുഹാ, ഏതാനും രാത്രികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു, പക്ഷെ അതിന്റെ എണ്ണം എത്ര എന്ന് വിശദമായി പറയപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളും പറഞ്ഞു, ലം അറ ബയാന അദദി സ്വലാത്തിഹി ഫി തിൽക ലയാലി, ആ രാത്രികളിൽ റസൂലുള്ളാഹി നിസ്കരിച്ച റക്അത്തുകളുടെ എണ്ണം എത്രയാണെന്ന് വിശദീകരണം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 ദിവസം നിസ്കരിച്ച് മാതൃക കാണിച്ച ഈ നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം എത്രയായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള മാർഗം ആ നിസ്കാരത്തിൽ പങ്കെടുത്ത സഹാബികൾ ആ നിസ്കാരത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കൽ മാത്രമാണ്. എങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി നിശ്ചയിച്ചുകൊണ്ട് ആ സിസ്റ്റമാറ്റിക് ആയ ജമാഅത്ത് സമാരംഭിച്ചപ്പോൾ ആ ജമാഅത്തിൽ പങ്കെടുത്ത സാഹിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുന്നു, കാനു യഖൂമുന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹരി റമളാന ബി20 റക്അത്തൻ വൽ വിത്രി, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 20 റക്അത്ത് തറാവീഹും വിത്റുമായിരുന്നു ജനങ്ങൾ നിസ്കരിച്ചിരുന്നത്. അപ്പൊ ആ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ബൈഹഖി മറ്റുമൊക്കെ പറഞ്ഞു, സഹീഹായ സനദോടുകൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത സംഗതിയാണ്. കമാ അത്ബഖു അലൈഹി, 20 റക്അത്താണ് തറാവീഹ് എന്നത് ഏകോപിച്ചിട്ടുള്ളതാണ് സഹാബത്ത് എന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫയിൽ അടക്കം പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം അബ്ദുൽ മീസാനു ഷഹറാനി ഇമാമിന്റെ മീസാനുൽ കുബ്രയിൽ നമുക്ക് കാണാം, വഹിയ 20 റക്അത്തൻ ഇൻദൽ അഇമ്മത്തിൽ അർബഅ, 4 ഇമാമിങ്ങളുടെ അടുക്കലും അത് 20 റക്അത്താണ്. അത് അങ്ങനെ അന്ന് തുടങ്ങി വെച്ച ആ 20 റക്അത്ത് ഇക്കഴിഞ്ഞ റമദാൻ വരെ മക്കയിലും മദീനയിലും അങ്ങനെ തന്നെ തുടർന്നു വരുന്നു. അതുകൊണ്ട് ആ 20 റക്അത്തിന്റെ തറാവീഹ് എന്ന പുണ്യമുള്ള പ്രത്യേക നിസ്കാരം അത് അങ്ങനെ തന്നെ നിർവഹിക്കാനുള്ള ശ്രമവും ശ്രദ്ധയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.